ശ്രേഷ്ഠമായ കത്തുകളിൽ ഒരെണ്ണം ഞാൻ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ എല്ലാ കത്തുകളും വായിക്കണമെന്നുണ്ട്. പക്ഷെ നമുക്ക് 1 മണി വരെയുള്ള സമയം തന്നിട്ടുണ്ട്. എല്ലാ കത്തുകളും വായിക്കണമെന്ന് നാളെ രാവിലെയാവും തീരാൻ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു കത്ത് ഗുരുദേവൻ സ്വന്തം മാതാവിന് എഴുതിയ, തൻ്റെ ശിഷ്യയായ മാതാവിന് എഴുതിയ വലിയ വിശിഷ്ടതയാണ് അല്ലേ. മറ്റുള്ളിടത്ത് നമുക്ക് കാണാത്ത തരത്തിലുള്ള ഒരു ബന്ധമാണത്. തനിക്ക് ശിഷ്യയായിരിക്കുന്ന അമ്മയെ മകളെ എന്ന് സംബോധന ചെയ്യുന്ന മകനായ ഗുരുനാഥൻ എന്നൊരു വൈചിത്ര്യമാണ് നമുക്ക് ഈ കഥകളിൽ പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ ഈ വലിപ്പം, ആ ബൃഹത്തായ അംശം, ആ ബ്രഹ്മസത്യനിഷ്ഠ ഒക്കെ നമുക്ക് ആലോചിച്ചാൽ ഇതുപോലൊരു ഗുരുനാഥനെ നമുക്ക് കിട്ടുമോ, നമ്മുടെ ജീവിതത്തിൽ കിട്ടിയത് ഒരു ഭാഗ്യമല്ലേ എന്നനുസരിച്ച് പോകും, ഓർമ്മിച്ചു പോകും. ഏത് കാലത്ത് ഒരു ദിവസമെങ്കിലും ഗുരുദേവസന്നിധിയിൽ എത്തിയിട്ടുള്ള ആളുകളുടെ ഒരു മുഹൂർത്തമെങ്കിലും ഗുരുദേവ ഭജന കേൾക്കുകയോ സത്സംഗത്തിൽ പങ്കുകൊള്ളുകയോ ചെയ്തിട്ടുള്ള ആളുകൾ. ഞാൻ മാസം തോറും ആരോഗ്യാശ്രമത്തിൽ ഭാഗവതം വായിച്ച് പറയുന്നുണ്ട്. പുതിയ ആളുകൾ കുറേ പേരാണ് അവിടെ സംഗമത്തിൽ എത്തുന്നത്. സമയത്ത് ഞാൻ അടുത്തടുത്താണ്, ആശ്രമത്തിനോട് അടുത്തടുത്ത് താമസിക്കുന്ന ആളുകളാണ് അവിടെ വരുന്നത്. ഞാൻ ചോദിച്ചു, ഗുരുദേവനെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളൊക്കെ കൊച്ചിയിൽ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് പോലൊരു വലിയ നഷ്ടമായി തോന്നുന്നു. അവരില്ലാതിരുന്നിട്ടല്ല, അവർ വീട്ടിന് ആശ്രമത്തിന് സമീപത്തുണ്ടാകാതിരുന്നിട്ടല്ല, എന്തുകൊണ്ടോ അവർക്ക് വരാനോ ആശ്രമത്തിലെത്താനോ ഗുരുദേവനെ കാണാനോ സത്സംഗങ്ങളിൽ പങ്കുകൊള്ളാനോ സാധിച്ചില്ല. എന്നാൽ ഭാരതത്തിൻ്റെ ഏതോ കോണുകളിലുള്ള ആളുകളൊക്കെ തിരുവനന്തപുരത്തോ ആറയൂരോ വന്നിട്ട് ഗുരുദേവനുമായി സംഗമിച്ചിട്ടുമുണ്ട്. ഭാര്യാതിരേകം എന്നല്ലാതെ എന്താണ് അവരുടെ ആ ആഗമനത്തെ പറ്റി നമുക്ക് പറയാനുള്ളത്? തൊട്ടടുത്തുള്ളവർക്ക് കാണാനാകുന്നുമില്ല, എത്രയോ അകലെയുള്ളവർക്ക് വന്ന് കണ്ട് അഭിരമിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതിങ്ങനെ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇത്ര അടുത്തുണ്ടായിട്ടും കണ്ടില്ലേ? ഇല്ല സാർ, അതിൽ ഞങ്ങൾക്ക് വലിയ പശ്ചാത്താപമുണ്ട് എന്ന് പറയുന്ന ആളുകൾ. പിന്നെ കാലം കൊണ്ട് പിന്നീട് ജനിച്ചവരുടെ കാര്യം നമുക്ക് പറയാനില്ല. ഗുരുദേവൻ അങ്ങനെ എഴുതിയ ഒരു കത്ത് ഞാനിവിടെ വായിക്കാൻ ശ്രമിക്കുകയാണ്. അതിനാദ്യം തന്നെ ഒരു സൂചകമായി ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ടാണ് ഗുരുദേവൻ തുടങ്ങുന്നത്. ഇങ്ങനെയാണ്: മന്മനാഭവമദ്ഭക്തോ മധ്യായി മാം നമസ്കുരു മാമൈവേഷ്യസി സത്യം തേ പ്രതിജാനി ഹേ അർജുന, മൻ 9-ാം അധ്യായം അവസാനിക്കുകയാണ്. എല്ലാ ഭഗവത്ഗീതയിലെ 9-ാം അധ്യായം അവസാനിക്കുകയാണ്. 34-ാമത്തെ ശ്ലോകം. അതിൽ ഭഗവാൻ പറയുന്നു, മന്മനാഭവ, ഹേ അർജുന, നീ ബാക്കി കാര്യങ്ങൾ സംശയം ഉന്നയിച്ചത് ചോദിച്ചത് സംശയം ശരിയായി ഞാൻ പറഞ്ഞിരുന്നില്ല, നീ കേട്ടു പഠിച്ചുവല്ലോ. ത്വം മന്മനാഭവ, നീ എന്നിൽ ഉറച്ച മനസ്സോടുകൂടിയവനായി തീരുക. എന്നിൽ ഉറച്ച മനസ്സോടുകൂടി. അപ്പോൾ ശിഷ്യനാണ്. നേരത്തെ പ്രാർത്ഥന ഭഗവാന്റെ താഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, ശിഷ്യസ്തേഹം ശാധിമോ ത്വാം പ്രപന്നം എന്നല്ലേ. എന്നെ ശിഷ്യനായി എന്ന് അംഗീകരിക്കുക, അങ്ങയെ ആശ്രയിക്കുന്ന എന്നെ രക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് പറയുന്നു, മന്മനാഭവ മദ്ഭക്തോ മദ്യാജി, എന്നെ പൂജിക്കുന്നവനാവുക, എന്നെ യജിക്കുന്നവൻ, യാഗം ചെയ്യുന്നവനെന്നുള്ള അർത്ഥമല്ല, എന്നെ പൂജിക്കുന്നവനായി തീരുക. സത്യം, ഞാൻ ഇതാ സത്യമായി പറയുന്നു, ഇങ്ങനെ ചെയ്യുന്നയാൾ മാമേവായേശി, എന്നെ പ്രാപിക്കുക തന്നെ ചെയ്യും, എന്നെ എത്തിച്ചേരുക തന്നെ ചെയ്യും. പ്രതിജാനെ പ്രിയോസിമി, അറിയുക അർജുന, ത്വം പ്രിയോസിമി, നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാകും. വളരെ പ്രിയപ്പെട്ടവനാകൊണ്ടാണ് ഞാൻ ഈ സത്യം ഇപ്പോൾ നിന്നെ അറിയിക്കുന്നതെന്ന് ഭഗവാന്റെ വാക്കുകൾ അർജുനന് പറഞ്ഞതിനെ ഉദ്ധരിച്ച് സാക്ഷാൽ ഗുരുനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയോസിമി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണെന്ന് ഭഗവാൻ ഗുരുനാഥൻ നമുക്ക് ഉപദേശിച്ചിരുന്നു. അദ്ദേഹം സ്വാമിജി തുടരുന്നു, നീ എന്നിൽ മനസ്സിനെ ഉറപ്പിക്കുക, എൻ്റെ വിഭൂതിയായ മനസ്സിനെ നിന്നെ തിരിച്ചേൽപ്പിച്ചിട്ട് എൻ്റെ പ്രിയഭക്തനായി ഭവിക്കുക. നീ എന്നെ പൂജിക്കുക, എന്നെ നമസ്കരിക്കുക. നീ ഇപ്രകാരം ചെയ്യുന്ന പക്ഷം എനിക്ക് അത്യന്തം പ്രിയതനായ നിനക്ക് ആനന്ദസ്വരൂപനായ എന്നെ നിഷ്പ്രയാസം പ്രാപിക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു. സത്യം തേ.
ഞാനിതാ നിനക്ക് പ്രതിജ്ഞ ചെയ്യുകയാണ്. ഗുരുനാഥന്മാരങ്ങനെ പ്രതിജ്ഞയായി പറയുന്നതല്ല, ഇതാണ് സത്യം, ഇതിൽ നിനക്ക് സംശയം വരാനേ കഴിയില്ല എന്നുള്ള അർത്ഥത്തിൽ ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അമ്മയ്ക്കാണ് കാത്തിരുന്നത്. എന്നോട് പറയാം, പ്രിയപ്പെട്ട അമ്മയോട്. ഇനി അമ്മയോട് പറയുന്ന വാക്കുകളെല്ലാം ലോകത്ത് ആർക്കും സ്വീകാര്യമായ ശ്രേഷ്ഠ വചസ്സുകളാണെന്നറിയില്ല. ഗുരുദേവൻ്റെ കത്തുകൾ സാധാരണ കത്തുകളൊക്കെ പേഴ്സണലാണ്. ഒരാൾ എഴുതുന്നയാളും കിട്ടുന്നയാളും തമ്മിലുള്ള ബന്ധമാണ്. അതിനെ സൂചിപ്പിക്കാനാണ് കത്തുകൾ എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ എൻ്റെ സമയങ്ങളായി ഗുരുദേവൻ്റെ വാക്കുകൾ കിട്ടാതിരിക്കാനും ശ്രമിക്കുന്നില്ല. എങ്കിലും ഇവിടെ ഗുരുദേവൻ പറയുന്ന വാക്കുകൾ പിന്നെ സാമൂഹികമാണ്, സാർവ വ്യക്തികൾ എല്ലാ ആളുകൾക്കും ഒരുപോലെ യോജിക്കുന്നു. സംബോധനയും ഉമ്മ എന്നാണെങ്കിലും എല്ലാവർക്കും യോജിച്ച കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ഭഗവത് സ്വരൂപത്തെ അയവിറക്കിക്കൊണ്ട് ജീവിതധാരണം ചെയ്യുന്ന ക്ലാദിനി സ്വരൂപിണിയായ അമ്മേ, ധന്യധന്യയായ അമ്മേ, അമ്മയ്ക്ക് ധന്യവാദങ്ങൾ. ഭക്തമണ്ഡലിക്കും അഭേദൻ സാദരം സപ്രേമം ധന്യവാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ധന്യവാദങ്ങൾ അർപ്പിക്കുന്നത് അമ്മയ്ക്കാണ്. പിന്നെ പറഞ്ഞ വേണ്ടിയാണ് സപ്രേമം ഭക്തമണ്ഡലിക്ക്, ഭക്ത സമൂഹത്തിന്. ലോകത്ത് ഭഗവാൻ പ്രിയതമനായിട്ടുള്ള ആരുമ്പോൾ അവരൊക്കെ ഭക്തമണ്ഡലിയിൽ ഉൾപ്പെടും. അതാണ് ആ സമൃദ്ധിയുടെ വ്യാപ്തി. ഭക്തമണ്ഡലി എന്ന് പറയുമ്പോൾ വേദാശ്രമത്തിലെ ഭക്തമണ്ഡലി എന്ന് പറയുന്ന ഭജന സഭയല്ല ഉദ്ദേശം, സമിതിയല്ല ഉദ്ദേശം, ഭക്തമണ്ഡലിയാണ്. ലോകം വ്യാപിച്ചിരിക്കുന്ന സർവ്വപേരുടെയും പേരാണ് ഭക്തമണ്ഡലിയിലെ അംഗങ്ങൾ എന്ന്. കാരണം ഭഗവാൻ നാരദൻ പറഞ്ഞുവല്ലോ, ഭക്തി എന്ന് പറയുന്നത് എന്താണ്? സാധു പരമാനുരക്തി ഈശ്വരെ പരമാനുരക്തി, ഈശ്വരനിൽ പരമമായ അനുരാഗം ആർക്കുണ്ടോ അവരൊക്കെ ഭക്തന്മാരാണ്. ആ ഭക്തന്മാരെ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. സർവ ഭക്തമണ്ഡലിക്കും കൂടി ഞാനിതാ ധന്യവാദം അർപ്പിച്ചുകൊള്ളു. കാരുണ്യം, വാത്സല്യം എന്നീ ശീർഷകങ്ങളിൽ ലേഖനം തയ്യാറാക്കി അയച്ചു തരണമെന്ന് അമ്മ ആജ്ഞാപിച്ചുകൊള്ളു. കത്തുകൾ കാരണം അമ്മയ്ക്ക് അവർ ആവശ്യമുണ്ടായിരുന്നു. ഒരു കത്ത് അയച്ചു തരൂ, കത്തിലൂടെ ഒരു ലേഖനമാണ് പ്രതീക്ഷിക്കുന്നത്. കാരുണ്യത്തെപ്പറ്റി, വാത്സല്യത്തെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു തരൂ, എഴുതി തരൂ എന്ന് അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ്. മാതാവ് പുത്രനോടല്ല, ശിഷ്യ ഗുരുദേവനോട് എന്ന പോലെ ആ വിധത്തിൽ അഭ്യർത്ഥിച്ചപ്പോൾ കാരുണ്യം, വാത്സല്യം എന്നീ ശീർഷകങ്ങളിൽ ലേഖനം തയ്യാറായി അയച്ചു തരണമെന്ന് അമ്മ ആജ്ഞാപിച്ചിരിക്കുന്നുവല്ലോ, അമ്മ അഭ്യർത്ഥിച്ചിരിക്കുന്നുവല്ലോ എന്ന് എഴുതിക്കൂടല്ലോ. അതുകൊണ്ട് തന്നെയാണ് അമ്മ ആജ്ഞാപിച്ചിരിക്കുന്നുവല്ലോ. അഭ്യർത്ഥന ഒരു പണ്ഡിതനോ എഴുത്തുകാരനോ അല്ലെന്നുള്ള കാര്യം അമ്മയ്ക്ക് മാത്രമല്ല, അഭ്യർത്ഥനയെ പരിചയമുള്ള എല്ലാവർക്കും സുവിദിതമാണ്. എപ്പോഴും ഈ വിനയം ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. 4 അക്ഷരം എഴുതിപ്പോയാൽ കാലമൂർത്തി ഞാൻ എഴുത്തുകാരനെന്ന് എഴുതി ഒട്ടിച്ച പോലെ നടത്തുന്നവരാണ് പല ആളുകൾ. ഗുരുദേവൻ പറഞ്ഞിട്ടില്ലേ, അഭ്യർത്ഥന ഒരു പണ്ഡിതനോ എഴുത്തുകാരനോ അല്ലെന്ന കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതാണല്ലോ. അമ്മയ്ക്ക് മാത്രമല്ല, അഭ്യർത്ഥനയെ പരിചയമുള്ള എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എങ്കിലും അമ്മയുടെ കാരുണ്യവും വാത്സല്യവുമായിരിക്കാം കാടും പടർന്നുമാണെങ്കിലും ഏതെങ്കിലുമൊക്കെ എഴുതുവാൻ പ്രേരിപ്പിക്കുന്നത്. എന്നെ എഴുതാൻ പ്രേരിപ്പിക്കുന്നതിൽ വലിയൊരു ശക്തിയായി അമ്മയുടെ പ്രേമം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭഗവത് കൃപയ്ക്ക് വേണ്ടി രോദനം ചെയ്യുവാൻ പോലും പക്വത ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഈ കൃതി സദൃശൻ ആ കൃപയെ പറ്റി എന്തെഴുതുവാനാണ്? ഈശ്വര കൃപയുടെ ആരാവാര സാദൃശ്യം ആലോചിക്കുമ്പോൾ, ഈശ്വര കൃപയുടെ സമുദ്രതുല്യം വലിപ്പം ആലോചിക്കുമ്പോൾ, അല്ല പ്രപഞ്ചതുല്യം വലിപ്പം ആലോചിക്കുമ്പോൾ, അതിലൊരു അൽപാകമായ ഒരു സാധുവായ ഒരു കൃപീയ സദൃശനായ എനിക്ക് എന്ത് പറയാനാണ് സാധിക്കുക? അതുകൊണ്ട് അങ്ങനെയുള്ള കൃപി സദൃശനായ ആ കൃപയെ പറ്റി എന്ത് എഴുതുവാനാണ്? താറുമാറായി എന്തെങ്കിലും എഴുതുവാനുള്ള വഴികൊണ്ട് ഈ സാഹസത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനാണ് ഉദ്ദേശിച്ചത്. എന്നാൽ എന്ത് ചെയ്യാം? ദൈവം അന്യത്ര ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുക. ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും പറ്റാതെ ഭഗവാൻ അർജുനനോട് പറഞ്ഞല്ലോ, നീ നിന്റെ പ്രകൃതി സ്വഭാവം കൊണ്ട് ഈ യുദ്ധകളത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിയാലും നിന്റെ പ്രകൃതി നിന്നെ ഈ യുദ്ധകളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പോൾ മനുഷ്യൻ അവൻ ജാതമായപ്പോൾ തന്നെ ലിഖിതമായിരിക്കുന്ന ഒരു ശിരോലിഖിതമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത്
ഒഴിഞ്ഞു മാറിയാലും ക്രമേണ അവിടേക്ക് എത്തിച്ചേരുന്നതാണ് എന്നർത്ഥം. അതുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ ഒഴിഞ്ഞു മാറാനാണ് ഉദ്ദേശിച്ചതെങ്കിലും ദൈവം അന്യത്ര ചിന്തിക്കും. ഞാൻ ചിന്തിച്ച പോലെയല്ല ഈശ്വരൻ മറ്റൊന്നാണ് ചിന്തിക്കുന്നത്. എഴുത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാം, വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാം എന്ന് വിചാരിച്ചാലും എഴുതുക എന്നുള്ളതിൻ്റെ കൃത്യമാണ് എന്ന് ഭഗവാൻ വിചാരിക്കുന്നു. ഇത് നമുക്ക് നിത്യപാഠമാണല്ലോ. ദൈവം അന്യത്ര ചിന്തയെന്നുള്ള ഈ പാഠം നിത്യമാണല്ലോ. ഒരെഴുത്തുന്നതിന് ഈ കീർത്തനയിൽ സ്വാമിജി സ്വയം പറയുന്നത് നാമപ്രാർത്ഥന ഈശ്വരനായി ശ്രമിക്കുന്നവൻ എന്നുള്ള അർത്ഥമില്ല. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞല്ലോ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഈ ലോകം എന്ന് പറയുന്നതൊരു പ്രാധാന്യമാണ്. സമാധാന ഡോക്ടർ മണി, സമാധാന ഡോക്ടർ വിമൻ ആൻഡ് സമാധാന ഡോക്ടർ. ചില ആളുകൾ പണത്തിന് വേണ്ടി, ചില ആളുകൾ ലൗകികമായ മറ്റു പ്രബന്ധങ്ങൾക്കായി, ചില ആളുകൾ ഈശ്വരനെയും ഭ്രാന്ത് കാണിക്കുന്നവരാണ്. എന്നാണ് ലോകഗുരുവായ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. അതിനെ ഉദ്ദേശിച്ചുകൊണ്ടും അതിൽ അഭിരമിച്ചുകൊണ്ടുമാണ് ദൈവം പറയുന്നത്, ഞാൻ ഇങ്ങനെയുള്ളത് നാമഭ്രാന്തനാണ്, അല്ലെങ്കിൽ ഈശ്വര ഭ്രാന്തനായിരിക്കുകയാണ്. ഒരെഴുത്ത് നില കിട്ടി എന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥത്തിലാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിൽ കർശനമായ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നു. പരിശുദ്ധ പ്രേമത്തിൻ്റെ പരിമളകരുത്ത ഈ വരികളിൽ വീശുന്നതായി അഭ്യർത്ഥന അനുഭവപ്പെട്ടു. അമ്മയുടെ ആജ്ഞ എന്താണ്? വാത്സല്യത്തെപ്പറ്റി, ഈശ്വര കൃപയെപ്പറ്റി ഒരെഴുത്തിലൂടെ എന്നെ അറിയിക്കണം എന്നുള്ളത് ഒരാജ്ഞയായി, ആജ്ഞാശക്തിയായി എന്നിൽ ആവേശിച്ചിരിക്കുന്നു. പ്രേമത്തിന് അടിപണിയുന്ന അഭ്യർത്ഥന മറ്റ് ഗത്യന്തരമില്ലാതെ എഴുതുവാനായിരുന്നു. ഒഴിഞ്ഞു മാറാൻ വൃത്തിയില്ല, അമ്മയുടെ ആജ്ഞയാണ്. അതിനാൽ വേറെ ഒരു മാർഗവുമില്ലല്ലോ, എഴുതി പറ്റും. ഞാൻ ഇതാ അവിടേക്ക് ഈ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ കാണാം മറ്റൊരു കത്ത്. എന്താണ് മറ്റൊരു കത്തെന്നോ? പ്രേമം എന്നത് സ്വാമി പറയുകയാണ്, പ്രേമം എന്നത് 2.5 അക്ഷരം ആണെന്ന് പേര് മുഴുകിക്കൊണ്ട് ഒരെഴുത്ത് അഭേദനെ നോക്കി ചിരിക്കുന്നത് കാണുവാനിടയായി. മറ്റൊരു കത്തിൽ പ്രേമം എന്ന് പരാമർശിച്ചത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നു. നോക്കിയപ്പോൾ അതിൽ ആകെ 3 അക്ഷരമില്ല, 2.5 അക്ഷരം എന്നാണ് പറഞ്ഞത്. പ്രേ എന്നുള്ള ഒരക്ഷരം, മ എന്ന രണ്ടാമത്തെ അക്ഷരം, പിന്നെ എന്ന അനുസ്വാരം, അതൊരക്ഷരമല്ല. അതുകൊണ്ട് പ്രേമം എന്നതിനെ ഭഗവാൻ ഗുരുദേവൻ പറഞ്ഞത് 2.5 അക്ഷരം എന്നെ നോക്കി ചിരിക്കുകയാണ്. ഒരെഴുത്ത് അഭ്യർത്ഥനെ നോക്കി ചിരിക്കുന്നത് കാണുവാനിടയായി. അഷ്ടോത്തര ശതനാമ സ്തോത്രത്തിൻ്റെ സബ്ജക്ട് മാറ്റർ തയ്യാറാക്കി അയച്ചതിൽ ആ 2.5 അക്ഷരത്തിൻ്റെ മഹിമ തെളിഞ്ഞു കാണുന്നു. ഏതായാലും കാരുണ്യത്തിൽ കുട്ടികൾ ചോർത്തുന്ന അമ്മയുടെ ആ എഴുത്തുകളിൽ നിന്നും 2 എന്ന പാവന നാമത്തിനും പ്രേമത്തിലുള്ള അഭേദ്യമായ ബന്ധം സ്പഷ്ടമായി മിന്നിത്തിളക്കുന്നത് കാണുവാൻ കഴിയുന്നു. അമ്മയുടെ ആജ്ഞ, പ്രേമം എന്ന വിശേഷത്തെപ്പറ്റി എന്നെ അറിയിക്കണം എന്നുള്ള ആജ്ഞ ഈ അക്ഷരത്തിൽ തെളിഞ്ഞു കാണുന്നത് എനിക്ക് ഒഴിഞ്ഞു മാറാനാകാത്ത ശക്തിയായി നിൽക്കുന്നു. പ്രിയപ്പെട്ട അമ്മ, പ്രേമത്തെപ്പറ്റി പറഞ്ഞതുകൊണ്ടും എഴുതിയതുകൊണ്ടും അഭിമാനിച്ചതുകൊണ്ടും കാര്യമില്ല. എഴുതിയാൽ പോരല്ലോ, പറഞ്ഞാൽ പോരല്ലോ, അഭിമാനിച്ചാൽ പോരല്ലോ, അഭിരമിക്കണമല്ലോ. അത് ഞാൻ ചേർത്തതാണ്. ഗുരുദേവൻ അഭിരമിക്കണമല്ലോ. ആ വാക്കുകളിൽ ആ വാഗർത്ഥ സംതൃപ്തതയാണ് ആവശ്യം. ആ വാക്കുകളും അർത്ഥവും തമ്മിലുള്ള കർമ്മയോഗ്യതയാണ് ആവശ്യം. ആ യോഗ്യത ഉണ്ടാവുന്നത് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ്. പ്രസംഗിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ സെക്രട്ടറി 1 മണിക്കൂർ സാറ് ഗുരുദേവനെ പറ്റി പറയണമെന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ എളുപ്പമാണ്. കാരണം ഗുരുദേവനെ പറ്റി കുറച്ചറിയാം, അറിഞ്ഞതിനെ പറയാം. 60 മിനിറ്റ് പോകാനൊരു പ്രയാസവുമില്ല. പക്ഷേ ആ വാക്കുകളിൽ ഏതെങ്കിലും ഒന്നിനെ ചികഞ്ഞതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ചാൽ അതിന് യുക്തമായ വിധത്തിൽ ജീവിക്കാനും ശ്രമിക്കുക അതികഠിനമായ കാര്യമാണ്. അതിൽ ശ്രദ്ധയില്ലാത്ത പക്ഷം, അങ്ങനെ നമ്മൾ ചെയ്യാത്ത പക്ഷം ഈശ്വരകൃപയെന്നോ ഗുരുകൃപയെന്നോ ഒക്കെ നമ്മൾ പറയുന്നതിൽ, പ്രസംഗിക്കുന്നതിൽ, പാടുന്നതിൽ ഒന്നും അർത്ഥമില്ലല്ലോ എന്നാണ് ഗുരുദേവൻ ഇവിടെ സൂചിപ്പിച്ചത്. അഭിമാനിച്ചത് കൊണ്ടും കാര്യമില്ലല്ലോ. പഞ്ചാംഗത്തിൽ മഴയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നാൽ അത് പിഴിഞ്ഞാൽ 1 തുള്ളി വെള്ളവും കിട്ടുകയില്ലല്ലോ. നമ്മൾ പറയാറുണ്ടല്ലോ, മഴയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിഴിഞ്ഞാൽ 1 തുള്ളി വെള്ളം പോലും കിട്ടുകയില്ലല്ലോ. എന്നുവെച്ചാൽ
ഒരു പുസ്തകത്തിൽ എഴുതിയതുകൊണ്ടോ കത്തിലൂടെ പറയുന്നതുകൊണ്ടോ ലേഖനമായി പ്രസിദ്ധീകരിച്ചതുകൊണ്ടോ അതിനെപ്പറ്റി പ്രസംഗിച്ചതുകൊണ്ടോ ഇല്ല. ആ പ്രേമം എന്നത് പരമശ്രേഷ്ഠമായ ഭാവമായി ഉള്ളിൽ ആവിഷ്കരിച്ച് അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ ഫലവത്തായി തീരുകയില്ലല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഏതാണോ, നമ്മുടെ പ്രാണനാധാരമായ വസ്തു ഏതാണോ, നമ്മുടെ ജീവിതത്തിലെ ഏകമാത്രമായ അവലംബനം ഏതെന്നാണോ, ആ പ്രിയതമനെ ഒരു ക്ഷണമാത്രമെങ്കിലും നമുക്ക് മറക്കുവാൻ കഴിയുമോ? ഗുരുദേവനെ സംബന്ധിച്ചത് സാക്ഷാത്തായിരുന്നു. ഒരു നേരം എന്തെല്ലാം പാട്ടിലൊക്കെ നിങ്ങൾ എല്ലാവരും പാടും, ഒരു നേരമെങ്കിലും കാണാതെ വയ്യണ്ടി എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പനെ പറ്റി പറയുമല്ലോ. അതുപോലെ ആ ഒരു നേരം പോലും മനസ്സിൽ നിന്ന് മാറാതിരിക്കുന്ന ഒരവസ്ഥ അല്ലേ? ശ്രീരാമകൃഷ്ണ പരമഹംസരെ പറ്റി കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിചിത്ര ലീലകളിൽ ഒന്ന് ഒരിക്കലും ഇങ്ങനെ ശിഷ്യനാകണം, ഉപദേശം കിട്ടണമെന്നും പറഞ്ഞ് സമീപിച്ച ആളുകൾ പറഞ്ഞിട്ട് പിന്നെ വാ ഒരിക്കൽ വന്നും പിന്നെ വാ പറയുമ്പോൾ കേട്ടുകൊണ്ടത് അയാൾ പറഞ്ഞിട്ട് എനിക്ക് പോകാൻ വയ്യ, ഇന്ന് തന്നെ എനിക്ക് ഉപദേശം കിട്ടുന്നത് ശടിച്ചു. ഓഹോ, അത്ര അത്യാവശ്യമാണ്, എന്നാൽ വാ എന്ന് വിളിച്ചുകൊണ്ട് ഗംഗയിലേക്ക് പോയെന്നും അവർ ഒരുമിച്ച് കുളിക്കാനായി ഇറങ്ങിയതിൽ ആഹ്ലാദം കൊണ്ട് ശിഷ്യൻ നിന്നപ്പോൾ കഴുത്തിന് പിടിച്ച് വെള്ളത്തിൽ മുട്ടി വെച്ചെന്നും ആ ശിഷ്യന് വെപ്രാളം കൊണ്ട് ശ്വാസം മുട്ടി പെട്ടെന്ന് ചാടി അയാൾ കുതറി മാറിയെന്നും മാറിയത് ചോദിച്ചു, എന്ത് ഗുരുദേവ എന്നെ എന്ത് മുതലാളിക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ നിൽക്കട്ടെ, നിനക്ക് ഈ വെള്ളത്തിൽ മുങ്ങിയിരുന്നപ്പോൾ എന്ത് തോന്നി എന്ന് ചോദിച്ചു. നല്ലതല്ലേ, പിടിച്ച് വെള്ളത്തിൽ കുട്ടി വെച്ചിട്ട് എന്ത് തോന്നി എന്നാണ് ചോദ്യം. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു നിമിഷം മുമ്പേ ശ്വാസം വിടാറുള്ളതാണെന്ന് തോന്നിയെന്നോ. അങ്ങനെ നിനക്ക് എപ്പോഴെങ്കിലും ഒരു നിമിഷം വിടാതെ ഈശ്വരനെ വിചാരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ ആലോചിച്ചിട്ട് സത്യമായി പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു തോന്നൽ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ശരി, അങ്ങനെ തോന്നുമ്പോൾ വരും, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഗുരുനാഥന്മാർ ശിഷ്യരെ വളർത്തിയെടുക്കുന്ന ആ മെത്തഡോളജി ഒന്ന് ആലോചിച്ച് നോക്കാം. ആ രീതിയിൽ പിന്നീട് അദ്ദേഹം ഒരു പരിവർത്തിത മാനസനായെന്നും പിന്നെ ഗുരുദേവനെ സമീപിച്ച് ഉപദേശങ്ങൾ തേടിയെന്നൊക്കെ നമ്മൾ കഥകളിലൂടെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഏതാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ഏകമാത്രമായ അവലംബനം ഏതാണോ, ആ പ്രിയതമനെ ഒരു ക്ഷണം മാത്രമെങ്കിലും നമുക്ക് മറക്കുവാൻ കഴിയുമോ? അതാണ് പ്രേമം, ഈശ്വരനോടുള്ള പ്രേമം. നമ്മൾ ഗുരുദേവൻ എപ്പോഴും പറയാറുള്ളത് ഓർക്കുന്നതിലോ, തൈലധാര പോലെ എണ്ണ ഒഴിക്കുന്ന പോലെ ഇടമുറിയാതെ എന്ന സാധു പരമാനുരാഗം അല്ലെ, പരമ അനുരാഗം, ആ ഭക്തിയാകട്ടെ ഈശ്വരനോടുള്ള പരമാനുരാഗമാണ് എന്ന് നാരദർ പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ച് ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ധാര പോലെ എന്തുപോലെ, തൈലധാര പോലെ സാധു പരമാനുരക്തി ഈശ്വരി, ആ ഈശ്വരനോടുള്ള പരമമായ അനുരക്തിയാണ് പ്രേമം. അതിനെയാണ് ഭക്തി എന്നാളുകൾ വിശേഷിക്കുന്നത്. ഞാൻ ഇവിടെ പഠിക്കുന്നത് കൊണ്ടോ, ഞാനിവിടെ പ്രസംഗിക്കുന്നത് കൊണ്ടോ, ഞാൻ എന്തെങ്കിലും കാശ് കാണിക്കപ്പെട്ടിയിൽ ഇടുന്നത് കൊണ്ടോ, ഒരു ദിവസത്തെ പൂജയോ അന്നദാനമോ നടത്തുന്നത് കൊണ്ടോ ഇവയൊന്നും മനസ്സിൽ സ്പർശിച്ചിട്ടല്ലെങ്കിൽ, ഇവയേതും മനസ്സിൽ സ്പർശിച്ചിട്ടാണെങ്കിൽ പരമപുണ്യം, സ്പർശിച്ചിട്ടല്ലെങ്കിൽ ഇവയൊന്നും യാതൊരു കാര്യവും ഇല്ലാത്തതാണ്. ഒരു പ്രയോജന ശൂന്യമായ വൃത്തിയാണ്. എപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഉറങ്ങി നിൽക്കുന്ന ഭക്തി നിറഞ്ഞു കഴിയുന്നത്, ആ സമയത്ത് നമ്മളൊരു പൂവിൽ നിന്നോ ഒരു തുളസീതരമോ അല്ലെങ്കിൽ രാമ എന്ന നാമമോ ഗുരുദേവ എന്ന സഹോദരനെയോ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിൽ തരം മൂല്യമായി മറ്റൊന്നുമില്ലെന്നും ഗുരുദേവൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ പ്രിയതമനെ ഒരു ക്ഷണമാത്രമെങ്കിലും നമുക്ക് മറക്കുവാൻ കഴിയുമോ? അതാണ് പ്രേമം. പ്രേമം വിശുദ്ധമാണ്, ശുദ്ധമാണെന്ന് മതി. ഗുരുദേവൻ വി കൂടി ചേർത്താണ് പറഞ്ഞത്. വിശുദ്ധം എന്ന് പറഞ്ഞാൽ വിശേഷീയ ശുദ്ധം എത്തി, വിശേഷമായ ശുദ്ധം. വിശേഷീയത എന്ന് പറയുമ്പോൾ സാധാരണ അല്ലല്ലോ. നമ്മൾ ഒരു സാധാരണ ദിവസം ഇവിടെ കയറി വന്നാൽ ഇതുപോലെ ആളുകൾ ചുറ്റുമിരുന്നു ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ കുറേ പേർ ഭജന ചെയ്തു, ഇവിടെ ഇങ്ങനെ വിശേഷപ്പെട്ട രീതി കാണില്ല. ഈ വിശേഷം അസാധാരണം എന്ന അർത്ഥത്തിലാണ്. അതുപോലെ വിശുദ്ധം എന്ന് പറഞ്ഞാൽ വിശേഷേണ ശുദ്ധമായുള്ളത് എന്നർത്ഥം. ഹൃദയശുദ്ധി നമുക്ക് ചില സന്ദർഭങ്ങളിൽ വരും. അമ്മയെ നമസ്കരിക്കുമ്പോൾ, ഈശ്വരനെ നമസ്കരിക്കുമ്പോൾ
പൂജയ്ക്കായി പുഷ്പങ്ങൾ അർപ്പിക്കുമ്പോൾ ഭജന ചൊല്ലുമ്പോൾ ഒരുപക്ഷെ ഗുരുദൈവ സ്മരണ ഉള്ളിൽ വരുന്ന അത്തരം നിമിഷങ്ങൾ വിശുദ്ധമായ ഭാവങ്ങൾ. പക്ഷേ ശുദ്ധമായ ആ ഭാവം സ്ഥിരമായി മനസ്സിൽ നിൽക്കുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ശുദ്ധമായ ആ ഭാവം സ്ഥിരമായി മനസ്സിൽ നിൽക്കുമ്പോഴാണ് അതിനെ വിശുദ്ധി എന്ന് വിശേഷേണ പറയുന്നത്. അങ്ങനെ പ്രേമം വിശുദ്ധമാണ്, പ്രേമം നിസ്വാർത്ഥമാണ്. സ്വാർത്ഥത ക്ലേശസ്പർശമുണ്ടെങ്കിൽ അവിടെ അഗ്നിക്കിലെങ്ങും മൃഹങ്ങായിക എന്ന് പറയുമല്ലോ, അതാണ് അതിൻ്റെ പ്രത്യേകത. പ്രേമം ഉജ്ജ്വലമായി തീരുമ്പോൾ നമ്മിലുള്ള അഹം ത്വം ആയി രൂപപ്പെടും. ഭക്തിയുടെ ചില ഘട്ടങ്ങൾ പറയുമ്പോൾ ആളുകൾ 3 ഘട്ടങ്ങളെ പറ്റി പറയും. അത് ഇങ്ങനെയാണ്. അഹം ബ്രഹ്മാസ്മി ആദ്യം നമ്മൾ പറയുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു എന്നല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നാണ്. രണ്ടാം ഘട്ടത്തിൽ അഹം ത്വം ഭാവം എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ എന്നുള്ളതിലൂടെ അഹന്ത ഉള്ളിൽ വരുന്നു. അടുത്ത് ത്വമേവ, അല്ലേ, അങ്ങ് മാത്രമാണ് ശരണം എന്ന്. പിന്നീട് പറയുന്നത് ത്വമേവാഹം, ഏറ്റവും അവസാനം പറയുന്നത് 3ാമത്തെ ഘട്ടമാണ്. ഞാനാണ്, നീയാണ്, പിന്നെ നീ തന്നെയാണ് ഞാൻ എന്ന ഭാവമാണ്. ത്വമേവാഹം, അങ്ങ് തന്നെയാണ് ഞാൻ എന്ന ഭാവം എത്തുമ്പോഴാണ് അഹം ബ്രഹ്മാസ്മിയുടെ സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ എളുപ്പമാണ്. അങ്ങനെയുള്ള അനുഭവം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വളരെ വിശദമായ ഹൃദയം ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ. വിശാലമായ ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ പ്രേമം ഉജ്ജ്വലമായി തീരുമ്പോൾ നമ്മിലുള്ള അഹം ത്വം ആയി രൂപാന്തരപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്, ത്വമേവാഹം എന്ന ഭാവത്തിലേക്ക് എത്തിച്ചേരും. നോക്കി എന്തെല്ലാം കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മരം കാണുന്നു, മരത്തിൻ്റെ കൊമ്പുകൾ കാണുന്നു, അതിലിരിക്കുന്ന കിളിക്കൂട് കാണുന്നു, കിളിയെ കാണുന്നു, അത് തല അകത്തേക്കും പുറത്തേക്കും എടുക്കുന്നത് കാണുന്നു. ഞാൻ ശരവയ്യട്ടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, പാടില്ല, നീ ഇനിയും ശ്രദ്ധിക്കുക. അതിനോട് ദർഭോത്തർ പറയുന്നു, പിന്നെയും ശ്രദ്ധിക്കുക. അവസാനം പറഞ്ഞെന്താണ്? കിളി കണ്ണ് മാത്രമേ ഞാൻ കാണുന്നു. ശരി, ശരത്തൊടുത്തോളൂ എന്ന്. അതുപോലെ നോക്കുമ്പോൾ മലഞ്ഞാളുടെ ആശ്രമം കാണുന്നു, പത്മതീർത്ഥം കാണുന്നു, പത്മനാഭസ്വാമി ക്ഷേത്രം കാണുന്നു, പരിസരങ്ങൾ കാണുന്നു, മറ്റിതെല്ലാം ഭഗവാന്റെ ലീലാഭ്യാസങ്ങളല്ലേ എന്ന് ഞാൻ പറയുന്നു. ആണ് എന്ന് പറയുന്നു. പക്ഷേ നോക്കി അവസാനം കാണുന്നത് എന്തായിരിക്കും? ഞാൻ ഒന്നേ കാണുന്നുള്ളൂ, ഭഗവാനെ മാത്രം എന്ന്. ത്വമേവ അഹം എന്ന് യശോദാദേവി മണ്ണ് നോക്കിയതുപോലെ വായിലേക്ക് നോക്കിയപ്പോൾ മണ്ണിനെ അല്ലവൾ വീണ്ടും കണ്ടാൽ ആകാശം കണ്ടു, മറ്റു ലോകങ്ങൾ കണ്ടു. ആ ലോകത്തൊക്കെയും ഓരോരോ ഉണ്ണിയെ കണ്ടു. ആ ഉണ്ണി ഇങ്ങനെ വായി ഉണർന്ന് നിൽക്കുന്നത് കണ്ടു. അവയിലൊക്കെയും നോക്കി നിൽക്കുന്ന മറ്റോരോരോ യശോദാദേവിമാരെ കണ്ടു. ആകെ കണ്ണനെ അല്ലാതെ മറ്റൊന്നിനെയും കാണാനായില്ല. ബ്രഹ്മാവ് വളരെ അഹങ്കൃതിയോടുകൂടിയാണ് വന്നത്. വൃന്ദാവനത്തിലെത്തിയ താൻ സൃഷ്ടിച്ചവനാണല്ലോ ഇയാൾ എന്ന് പറഞ്ഞാണ് കൃഷ്ണനെ സമീപിച്ചത്. കൃഷ്ണനെ സമീപിക്കും മുമ്പ് പറ്റിക്കാൻ വേണ്ടി ഗോപന്മാരെയും ഒക്കെ ഒളിച്ചു വെച്ചത്. വർഷം 1 കഴിഞ്ഞിട്ട് തിരിഞ്ഞു വന്നപ്പോൾ താൻ കൊണ്ടുപോയ പശുക്കളും ഗോപവൃന്ദങ്ങളുമെല്ലാം അവിടെ നിൽക്കുന്നതും കൃഷ്ണനോടൊപ്പം കളിക്കുന്നതും കണ്ടിട്ട് അതീവ അത്ഭുത സപ്തനായി തിരിഞ്ഞ് ഓരോന്നും നോക്കിയപ്പോൾ നോക്കി കൃഷ്ണനെ മാത്രം. വൃക്ഷങ്ങൾ പോലും മഞ്ഞപ്പട്ടുമെടുത്ത് തിരികെ തിരുമുടികളുമായി കാണുന്നു. പശുക്കളുമൊക്കെ മഞ്ഞപ്പട്ടുമെടുത്ത് തിരികെ നിൽക്കുന്നത് കണ്ടു. ഗോപകുമാരന്മാരതുപോലെ കൃഷ്ണവേഷത്തിലല്ലാതെ ഒന്നിനെയും ലോകത്ത് കാണാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ബ്രഹ്മാവിന് സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. ഭഗവാനെ അടിപണിയുവാൻ സാധിച്ചത്, അങ്ങല്ലാതെ മറ്റാരുമില്ല എന്ന് ചിന്തിക്കുവാൻ സാധിച്ചത്. ആ തരം വിലാസം വികസിക്കുന്നതാണ് ഭക്തിയുടെ പാരമ്യം. ആ പാരമ്യമാണ് പ്രേമം, പരമമായ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവത് പ്രേമം ഉദയം ചെയ്യുമ്പോൾ മറ്റു വസ്തുക്കളിലുള്ള മമത താനേ അകന്നു പോകുന്നു. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് അകലുന്നത് പോലെ പ്രേമി കാണുന്നത് പ്രേമമാണ്, കേൾക്കുന്നത് പ്രേമമാണ്, പറയുന്നത് പ്രേമത്തെ പറ്റിയാണ്. അല്ലാതെ ഒന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. ആർക്ക്? ഈശ്വരഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ പരമ പ്രേമമല്ലാതെ ഒന്നുമില്ല. ഒന്നിനോടും ഒറ്റ വസ്തുവേ അയാൾക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിഷയം. വേറെ ഒരു കൂട്ടര്, വേറെ ആളുകളില്ല, തൻ്റെ ബന്ധുക്കൾ വേറെയില്ല, ക്ഷേത്രം എന്ന് പറഞ്ഞ് വേറൊന്നില്ല, വീടെന്ന് പറയുന്ന മറ്റൊന്നാകുന്നില്ല, ഭാര്യയും മക്കളും കാണുന്ന ആളുകളും എല്ലാം ഈശ്വര സ്വരൂപങ്ങളായി മാത്രം നിൽക്കുന്നു. അതുകൊണ്ടാണ്
കുചേലൻ ദാരിദ്ര്യം എന്തെന്ന് അറിയാതില്ല. ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞിട്ടില്ലെന്നല്ലോ. ആ കുചേലനെ പോലെ ദാരിദ്ര്യം അറിഞ്ഞവരായിരിക്കില്ലല്ലോ. തൻ്റെ ഭാര്യയും മക്കളും എല്ലാം വേട്ടടി കിടക്കുകയാണെന്നവർക്ക് നന്നായി അറിയാം. പക്ഷേ അതൊന്നും തന്നെ ഏശിയില്ല. കാരണം എന്താണ്? സർവത്ര നോക്കേണ്ടയാൾ ദേവനാണ്, ഭഗവാനാണ് എന്ന് വിചാരിക്കുകയും സർവ്വതിലും ഭഗവാനെ തന്നെ ദർശിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിന് വിശപ്പുമില്ല, ദാഹവുമില്ല. അതുകൊണ്ടാണ് ആ ദൈവത്തെ നോക്കി ഭാര്യ പോലും പറഞ്ഞത്, ചിരന്തനായ കുമാൻ ചില്ലി ചുളിച്ചൊന്ന് കടാക്ഷിപ്പാനോക്കണം. വേഗവതം വായിച്ചിട്ടുണ്ടല്ലോ, അത് അറിഞ്ഞാണല്ലോ എന്ന് വിശ്വാസം. അതാണ് ചില്ലീനം. അത് മാത്രം പറയാനാണ്. ചിത്തിൽ ലീനമായ മാനസമതിയോടുകൂടിയവനെ, മനസ്സിൽ അഭിരമിച്ച ഈശ്വരനോടുകൂടിയവനെ, അഭിരമിച്ച ഈശ്വരനായതുകൊണ്ടോ മറ്റൊന്നും കാണാത്തവനെ. അങ്ങ് ഈശ്വരനല്ലാതെ ഈ വീട് അറിയുന്നില്ല, എന്നെ അറിയുന്നില്ല, എൻ്റെ മക്കളെ അറിയുന്നില്ല, ഞങ്ങളുടെ വിശപ്പറിയുന്നില്ല. അങ്ങേക്കത് സാധിക്കുന്നു. സാധാരണക്കാരായ ഞങ്ങൾക്കത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നത്, ചില്ലി ചുളിച്ചൊന്നു കടാക്ഷിപ്പാനോക്കണം. ഈ ഭഗവാൻ മാനസവതി ചില്ലി ചുളിച്ചൊന്ന് പുരികപ്പൊടി വളച്ച് ഒന്ന് കടാക്ഷം നമുക്ക് നേരെ കാട്ടുവാൻ അങ്ങ് കാരണക്കാരനാകണം. അങ്ങ് അതുവരെ ഒന്ന് പോകണം എന്ന് നിമന്ത്രിച്ചത്. അനുഭവിക്കുന്നതും പ്രേമം മാത്രമാണ്. പ്രേമി തന്നെ ദീനനാണെന്ന് സ്വയം പറയുന്നു. ഈശ്വര പ്രേമമുള്ളയാൾ, പ്രേമം നിറഞ്ഞിരിക്കുന്നയാൾ, അയാളെ വിശേഷിപ്പിച്ചത് പ്രേമി എന്ന്. അയാൾ എന്ത് ചെയ്യുന്നു? തന്നെ ദീനനായി കാണുന്നു. താൻ ദീനനായി കാണുക എന്ന് പറയുന്നത് ഒരു നല്ല വിശേഷ സ്വഭാവമല്ലെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഗുരുദേവൻ പറയുന്ന ദീനനും സാധാരണ നമ്മൾ കാണിക്കുന്ന ദീനഭാവവും രണ്ടാണ്. ഈ ആത്മോപാലംഭം എന്ന് പറഞ്ഞ ഒരെണ്ണമാണ് നമ്മൾ സാധാരണ കാണിക്കുന്ന ദീനത. അയ്യോ ഞാൻ കഷ്ടപ്പെടുന്നു, എനിക്ക് വയ്യ, എപ്പോഴും നമ്മൾ അയ്യോ വയ്യെന്ന് മുട്ടുപിടിച്ചോണ്ട് കയറി വരിക, നടന്ന് ക്ഷീണിച്ചു, ബസ്സിൽ കയറി തള്ളി അല്ലെങ്കിൽ കാറിലിരുന്ന് തളർന്നു. നമ്മൾ ഇങ്ങനെയുള്ള സ്വയം ആവലാതികളാണ് മറ്റുള്ളവരോട് പറയുക. ആ ദീനതയല്ല. പിന്നെ ഞാൻ ഭഗവാന്റെ നൃത്തസംഘത്തിലെ വെറുമൊരു അംഗമാണ് എന്ന ഭാവം അല്ലേ? എന്താണ്? അങ്ങ് അല്ലയോ ഭഗവാനെ, നമോസ്തുതേ മജ്ജീവനദായ ഗണേശ പരമാത്മൻ നരാഖ്യം അങ്ങേ നർത്ത ഗണപതി ഞാനോദൽപാംഗം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിയുടെ, ഒരു പ്രേമിയുടെ അങ്ങയുടെ നൃത്തസംഘത്തിലെ വെറും ഒരു അംഗമാണ് ഞാൻ എന്നത്. അതാണ് അവിടുത്തെ ദീനത. അല്ലാതെ ദയനീയത, കഷ്ടപ്പാട് എന്നുള്ള അർത്ഥത്തിലല്ല. ദീനനാണ് പ്രേമി, ദീനനാണെന്ന് സ്വയം പറയുന്നു, ഹീനനാണെന്ന് സ്വയം പറയുന്നു. ദീനനാണെന്ന് പറയുന്നു, ഹീനനാണെന്ന് പറയുന്നു. താൻ തന്നെക്കാൾ ചെറിയവനായി ആരും ലോകത്തില്ലെന്ന് ഭാവിക്കുന്നു. ഞാനൊരു കൃമിയാണ് എന്ന് ആദ്യം പറഞ്ഞതിൻ്റെ തുല്യത. ദൈന്യത പരിശുദ്ധ പ്രേമത്തിൻ്റെ ലക്ഷണമാണ്. ദൈന്യത എന്ന് പറയുമ്പോൾ ദീനഭാവം, കുറഞ്ഞവൻ എന്നുള്ള ഭാവം. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ആത്മോപാലംബമല്ല, സ്വയം നിന്ദയല്ല. സ്വയം നിന്ദ ഒരു വ്യക്തിത്വത്തിലെ ഏറ്റവും സ്വഭാവ ഹീനതയാണ്. അതല്ലേ ഞാൻ ലോകനെ അപേക്ഷിച്ച് ആരെക്കാളും വലുതല്ല, ആർക്കും തുല്യമല്ല, താൻ മറ്റുള്ളവർക്ക് ദാസനാണ്. ഗുരുദേവൻ പറയുമല്ലോ, ഞാനൊരു നാമദാസനാണ്, നാമിയുടെ ദാസനാണ്. അങ്ങ് എന്ത് മാത്രമാണ് സ്വീകരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ടല്ലോ. ഗുരുദേവൻ്റെ അടുത്ത് സന്ദർശിച്ചിട്ട് അങ്ങ് ഏത് പദ്ധതി സ്വീകരിക്കുന്നു, അങ്ങയുടെ വഴി എന്താണ് എന്നൊക്കെ ചോദിക്കും. ഓരോരുത്തരുടെ പദ്ധതി എന്താണ് അന്വേഷിക്കുന്ന പോലെ ചോദിക്കും. ഗുരുദേവൻ എനിക്കൊന്നും അറിയില്ല, നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന വെറും നാമദാസനാണ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഭഗവാൻ അഭിമാനത്തിനാണ് അഭാവം. ദൈന്യത പരിശുദ്ധ പ്രേമത്തിൻ്റെ ലക്ഷണമാണ്. ആ ദൈന്യത ഭൗതിക വസ്തുക്കളുടെ അഭാവം കൊണ്ടുണ്ടാകുന്നതല്ല എന്ന് ഓർമ്മിക്കണേ. ഇത് ലേഖനമല്ല, ഇതൊരു കത്താണ്. സ്വാമിജിയുടെ കത്തുകൾ, സ്വാമിജിയുടെ കുമാരനന്ദ സാറിൻ്റെ പുസ്തകത്തിൽ ഒരുപാട് കത്തുകൾ ചേർത്തിട്ടുള്ളത് വായിച്ച ഓർമ്മ കാണുമല്ലോ. ഈ കത്തുകളൊക്കെ എത്രയെത്ര വിഷയങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്കിപ്പോൾ കത്തെഴുതേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കത്തെഴുത്തിൽ ശ്രദ്ധിക്കേണ്ട സംഗതികളൊന്നും പറഞ്ഞ് കേൾപ്പിക്കേണ്ട കാര്യമില്ല. എങ്കിലും നമ്മൾ ഒരാളോട് സംവദിക്കുമ്പോൾ ആ സംവാദം നമ്മളെ സംബന്ധിച്ച് കേൾക്കുന്നയാളും താനും സംബന്ധിച്ചുള്ളത് വളരെ കുറച്ചേ കാണും. അത് വേഗം നിർത്തിയിട്ട് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കാണ് വ്യാപരിക്കേണ്ടത്. അറിയേണ്ട കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. ഒരു കത്തെഴുതിയപ്പോൾ അതും അമ്മയ്ക്ക് ഇത്രയധികം സ്വാർത്ഥം വരാവുന്ന ഒരു ബന്ധം വേറെയില്ല. അമ്മയല്ലാതൊരു ദൈവമുണ്ട് അല്ലേ? അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ കത്തെഴുതുമ്പോൾ ഇവിടെ വിശാല പ്രേമം മാത്രമാണ് ഉള്ളത് നോക്കിക്കുക.
അഭിമാനത്തിന്റെ അഭാവത്തിൽ നിന്ന് ഉടലെടുക്കുന്ന പരിശുദ്ധ ഭാവമാണ് ആ ദൈന്യത. പ്രേമി തനിക്ക് ലഭിച്ചിട്ടുള്ള പ്രേമം കൊണ്ട് തൃപ്തിപ്പെടാതെ സദാ കരുണാക്രന്ദനം ചെയ്തുകൊണ്ടിരിക്കുന്നു, കാരുണ്യം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഭഗവത് കൃപ പിന്നെയും 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 കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഒരു നല്ല ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവത് പ്രിയം എനിക്ക് കിട്ടി എന്ന് ഭാവം പരിഹരിക്കും. തൃപ്തിയാകാം മനസ്സിൽ ധരിക്കരുത്. ഏത് പണം കിട്ടുന്ന തൃപ്തിയാകാൻ നിൽക്കുന്ന അവസ്ഥ. ഈ നാമം ജപിച്ചാലും മതിയാകായ, ഭജന ചെയ്താലും മതിയാകായ, പിന്നെയും പിന്നെയും പോകണം ഈശ്വര സന്നിധിയിലേക്ക് തുള്ളപ്പോകൽ. ഇതൊക്കെ ഭഗവത് പ്രേമം കൊണ്ടുണ്ടാകുന്ന ആത്മാർത്ഥതയാൽ സംഭവിക്കുന്ന കാര്യമാകുന്നു. പ്രേമത്തിന് അവസാനമേ ഇല്ല. നമ്മളീ കാണിക്കുന്ന സാധാരണ അനുരാഗത്തിനെയാണ് ആളുകൾ പ്രേമം എന്ന് വിളിക്കുന്നത്. ഒരു യുവാവിനോ യുവതിക്കോ പരസ്പരം ഉണ്ടാകുന്ന അനുരാഗത്തിനെയാണ് ആളുകൾ പ്രേമം എന്നൂടെ പറയുന്നത്. അതല്ല ഗുരുദേവൻ പറയുന്ന ഈ പ്രേമം, അല്ലെങ്കിൽ ഭക്തിയിൽ പറയാനുള്ള പ്രേമം. പ്രേമത്തിന് ഒരു നിർവചനം പോലും സാധ്യമല്ല. ഭക്തി എന്നതിന് നാരദർ ഭക്തി സൂത്രത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു പ്രത്യേക എന്താണ്, ബൃഹന്നാരദീയം എന്നൊരു പുസ്തകമുണ്ട്. ബൃഹന്നാരദീയം കേട്ടിട്ടുണ്ടാവുന്നത്. അതിൽ പറയുന്നത് ഹരേർനാമൈവനാം, ഗുരുദേവൻ പറഞ്ഞാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. ഹരേർനാമൈവനാമൈവ നാമൈവ മമ ജീവനം. എനിക്ക് എന്താണ്, ഹരിനാമം മാത്രമാണ് ജീവനമായിട്ടുള്ളത്. പിന്നെ കലേർ നാസ്തൈവ 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 ഹരിരന്യഥ. ഹരിയല്ലാതെ മറ്റൊന്നും ഈ ഹരിയിൽ ഏറെയില്ല. കലേർ, ആദ്യം കലേർ. ഹരേർ നാമൈവ 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 മമ ജീവനം. കലേർ നാസ്തൈവ, ഹരിയിൽ നാസ്തൈവ 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 ഹരിരന്യഥ. അന്യഥ ഗതിയില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നു അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം അല്ലേ. അപ്പോൾ അങ്ങ് മാത്രമാണ് എനിക്ക് ശരണം. അതാണ് ഭക്തൻ്റെ ഭാവം. ഗുരുദേവൻ ആ ഭക്തൻ ഇതെല്ലാം ഉള്ളടക്കം ചെയ്യാം. ഗുരുദേവനുമായി സംസർഗം ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒക്കെ ഓർമ്മ വരും. ഗുരുദേവൻ്റെ ആ ഭാഷണങ്ങളിലെ പ്രചരിമ എന്താണെന്ന് അറിയാൻ പറ്റും. പ്രേമം പ്രദക്ഷിണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രേമത്തിൻ്റെ സ്വരൂപം. ഈ പ്രേമസ്വരൂപം എന്ന് പറഞ്ഞാൽ ഈ സമുദ്രം പോലെയാണ്. അതിൽ വെള്ളം ചേർന്നുകൊണ്ടേയിരിക്കുന്നത്. നാനാ ഭാഗത്തു നിന്നും നദികൾ ഒഴുകി വന്ന് സമുദ്രത്തിൽ ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നുണ്ട്, പക്ഷേ നമുക്ക് ഒരിക്കലും അത് വർദ്ധിക്കുന്നതായി വളരുന്നതായി തോന്നില്ല. വല്ലപ്പോഴും കടലേക്ക് ഉണ്ടാകുന്നത് വരെ, അല്ലാതെ ഈ സമുദ്രം വളർന്നു വരുന്നതായി നമുക്ക് കാണുന്നില്ല. ഒരു തടാകത്തിലാണെങ്കിൽ വെള്ളം ചെല്ലുന്നത് വേഗം നിർണ്ണി കവിയും. സമുദ്രത്തിൽ ഒരു ഭാവഭേദവുമില്ല. ഈശ്വരനിലേക്കുള്ള പ്രേമവായ്പും അതുപോലെ തന്നെയാണ്. പ്രേമം മനസ്സ് പ്രേമാസ്പദങ്ങളിലും പറ്റിച്ചേർന്ന് നിൽക്കുകയാണ്. അതാണ് ഇതിൻ്റെ കാരണം. മനസ്സിൽ പ്രേമം പ്രേമിയിലും, മനസ്സ് പ്രേമത്തിലും പ്രേമം പ്രേമിയിലും. പ്രേമത്തിന് ആസ്പദനായവരാരോ ആളാണ് പ്രേമി എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സ് പറ്റി നിൽക്കുന്നതിനാൽ ഒരു കുറവ്, ഒരു തികവ്, ഒരു മികവ് എന്ന് പറഞ്ഞ് നമുക്കൊന്ന് പറയാനില്ല. കുറവോ തികവോ മികവോ കാണാൻ സാധ്യമല്ല എന്നർത്ഥം. ഒരു വാത്സല്യപാചനമായി കുഞ്ഞിനെ ലാളിച്ച് അമ്മയ്ക്ക് മതി വരാറുണ്ട്. അമ്മയുടെ മടിയിലിരുന്ന് കഴിച്ചിട്ട് കുഞ്ഞിന് എപ്പോഴെങ്കിലും മതി വരാറുണ്ട്. അതുപോലെ ഈ ഭക്തന് ഭഗവത് പ്രേമം ഒരിക്കലും മതി എന്ന് വരില്ല. ആ ഭഗവത് കൃപയ്ക്ക് പാത്രമാകുന്ന ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇത് നിതാന്ത സുഖാനുഭവമായിട്ടേ വരികയുള്ളൂ. അല്ലേ? നിതാന്ത സുഖം എന്ന് നമ്മൾ പറയുന്നത് ആ ഉദ്ദേശ്യത്തോടു കൂടിയാണ്. പ്രേമപ്രവാഹത്തെ അണക്കെട്ടി നിർത്തുവാൻ ഒരിക്കലും സാധ്യമല്ല. പലതിനെയും നമുക്ക് നിർത്താം, പക്ഷേ ഈ ഈശ്വര പ്രതിയുള്ള പ്രേമത്തെ നമുക്ക് തടഞ്ഞു നിർത്താനേ സാധ്യമല്ല. ഈ സ്നേഹം വന്നുപോയിട്ടുള്ള ആളുകളെ നിയന്ത്രിച്ച് വീട്ടിൽ നിർത്താനൊക്കെ രക്ഷാകർത്താക്കൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതൊന്നും തടസ്സമായി അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എല്ലാം വലിച്ചെറിഞ്ഞ് പോവുകയാണ്. ഗുരുദേവന്റെ തന്നെ ചരിത്രം വായിച്ചിട്ടുള്ളവർക്കറിയാം. ബന്ധുക്കളുടെ നിർബന്ധപൂർവ്വം ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ ഒരു കരാറിന്മേലായിരുന്നു. അവർക്കൊരു കരാർ കൊടുത്തു, 2 വർഷം.